വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. എന്നാൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. എല്ലാ കഥകൾക്കും ഒരു ഗുണപാഠമുണ്ട്. എൻ്റെ കഥയുടെ പേര് സത്യസന്ധതയ്ക്കുള്ള അംഗീകാരം. മഹാനായിരുന്ന ഖാദി അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു തആല മക്കയിൽ ജീവിച്ച കാലം. ഒരു ദിവസം അദ്ദേഹത്തിന് നല്ല വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. കയ്യിലാണെങ്കിലോ നയ പൈസ പോലുമില്ല. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു ചെറിയ പട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി ലഭിച്ചു. അദ്ദേഹം അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ഒരു മുത്തുമാല. അദ്ദേഹം അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എൻ്റെ നഷ്ടപ്പെട്ട മുത്തുമാല തിരിച്ചു നൽകുന്നവർക്ക് നീ ഈ 500 ദീനാർ ഞാൻ നൽകുന്നതാണ്. അത് കേട്ട ബഗ്ദാദി അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. അദ്ദേഹം സഞ്ചിയുടെയും മാലയെയും കുറിച്ച് പൂർണ്ണമായി വിശദീകരിച്ചു പറഞ്ഞു. അപ്പോൾ ബഗ്ദാദി അദ്ദേഹത്തിന് മാല തിരിച്ചു നൽകി. അപ്പോൾ അദ്ദേഹം 500 ദീനാറും നൽകി. പക്ഷേ ബഗ്ദാദി അത് സ്വീകരിച്ചില്ല. കുറെ നിർബന്ധിച്ചെങ്കിലും ബഗ്ദാദി അത് സ്വീകരിച്ചില്ല. വഴിയിൽ നിന്ന് നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു നൽകാൻ എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇടഞ്ഞ് പിരിഞ്ഞു പോയി. ഒരു ദിവസം അദ്ദേഹം അവർ മക്കയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വന്നു. കപ്പൽ മുഴുവൻ തകർന്നു. എല്ലാവരും മരിച്ചു. പക്ഷെ ഒരാൾ മാത്രം ബാക്കിയായി. അദ്ദേഹം കപ്പലിലെ ഒരു മരക്കഷ്ണം എടുത്ത് അതിൽ പിടിച്ച് നീന്തി അക്കരെ എത്തി. എന്നിട്ട് അദ്ദേഹം ഒരു വടിയും പിടിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഖിറാഅത്ത് കേട്ട ജനങ്ങൾ അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഖിറാഅത്ത് കേട്ട് എഴുത്തും വായനയും അറിയുമെന്ന് കരുതി അതും പഠിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ വന്നു. അതിൽ ഒരു അനാഥയായ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആദ്യം ഒന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അവൾ വിവാഹത്തിന് നിർബന്ധിതമായി. വിവാഹ ദിവസം മണവാട്ടിയുടെ കഴുത്തിൽ വെട്ടിത്തിളങ്ങുന്ന മാല കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. വഴിയിൽ നിന്ന് കിട്ടിയ വസ്തു തിരിച്ചു നൽകിയ അതേ മുത്തുമാല. അദ്ദേഹം മാലയിലേക്ക് തന്നെ നോക്കി നിന്നു. മണവാട്ടിയെ നോക്കുന്നതേ ഇല്ല. ഇത് കണ്ട ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ മാലയിലേക്ക് തന്നെ നോക്കുന്നത്, മണവാട്ടിയെ നോക്കുന്നതേ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം മാലയ്ക്ക് പിന്നെയുള്ള കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആളുകൾ തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആളുകൾ അന്വേഷിച്ച ശേഷം പറഞ്ഞു, നിങ്ങൾ അന്ന് നഷ്ടപ്പെട്ട് തിരിച്ചു നൽകിയ മുത്തുമാല അവളുടെ ഉപ്പക്കാണ്. അവളുടെ ഉപ്പ ഇടയ്ക്കിടെ പറയാറുണ്ട്, എനിക്കന്ന് മുത്തുമാല തിരിച്ചു നൽകിയ ഒരു വ്യക്തിയെ പോലെ മറ്റൊരു മുസ്ലിമുമില്ല. എന്നിട്ട് അദ്ദേഹം പറയും, അല്ലാഹുവേ, എന്നെയും എൻ്റെ മകളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് നല്ലപോലെ ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? സത്യസന്ധത എവിടെയും വിജയിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.